അപ്പോൾ അതിരടി പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല കിടിലൻ പടം. പക്ഷേ പടം കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് നോട്ട് ആൻ അടിപ്പടം. പടത്തിൻ്റെ ടീസർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു അടിപ്പടമാണെന്ന്. പക്ഷേ ഇതൊരു അടിപ്പടമല്ല. ബേസിൽ ജോസഫിൻ്റെ ഗെറ്റപ്പ് ചേഞ്ചൊക്കെ കണ്ടപ്പോൾ കുറേ എണ്ണം പറഞ്ഞത് ഇത് മൾട്ടിവേഴ്സ് പടമാണെന്ന്. പക്ഷേ ഇത് ആ പടമല്ല. പിന്നെ ഇത് തേങ്ങയാണ് ഈ പടം എന്ന് ചോദിച്ചാൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പടത്തിൻ്റെ ടീസറും പടമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ പടത്തിൻ്റെ ട്രെയിലറിൽ പടത്തിൻ്റെ വൺ ലൈൻ പറയുന്നുണ്ട്. 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നിർത്തിയാൽ എൻ്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കാം. ബേസിക്കലി പടം ബേസിൽ ജോസഫിൻ്റെയും ടോവിനോയുടെയും ഈഗോ ക്ലാഷാണ്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലെ നടന്മാർക്ക് ഈ ഈഗോ ഇല്ല. പൃഥ്വിരാജ് ടോവിനോയ്ക്ക് വില്ലനാകുന്നു, ടോവിനോ ബേസിലിന് വില്ലനാകുന്നു. വേറെ എവിടെയെങ്കിലും നടക്കും ഇത്? ഇതുകൊണ്ട് ഈ 3 ഐറ്റം ഒരു പടത്തിൽ വരുന്നു. അതുപോലെ ബേസിൽ ജോസഫിൻ്റെ പ്രൊഡക്ഷൻ, ഇതൊക്കെയായിരുന്നു എനിക്ക് ഈ പടത്തിലെ പ്രതീക്ഷ. ആൻഡ് എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. 3 അണ്ണന്മാരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ബേസിൽ ജോസഫ് ഫിസിക്കലി ഒരു വേരിയേഷൻ കൊണ്ടുവന്നപ്പോൾ ടൊവിനോ ഡയലോഗ് ഡെലിവറിയിലാണ് വേരിയേഷൻ കൊണ്ടുവന്നത്. ആൻഡ് രണ്ടും വർക്കൗട്ട് ആയിട്ടുണ്ട്. പടത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ആവുന്നത് വിനീത് ശ്രീനിവാസൻ വരുമ്പോഴാണ്. പിന്നെ അങ്ങോട്ടൊരു ബ്ലാസ്റ്റാണ്. പടത്തിലെ എല്ലാവരുടെയും ആക്ടിങ്ങും പൊളിയാണ്. ടെക്നിക്കലി ബ്രില്യൻറ്റ് പടമാണ്. സൗണ്ട് ഡിസൈൻ സൂപ്പറാണ്. സിനിമാറ്റോഗ്രഫി നല്ലതാണ്. മൊത്തത്തിൽ പടം ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് വർത്ത് വാച്ച് മൂവിയാണ്. ഇതിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 4.5 സ്റ്റാർസ് കൊടുക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പടം. പടത്തിൽ കുറച്ച് സർപ്രൈസ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒന്നും സ്പോയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.